എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരള സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളായിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി, അതോടൊപ്പം തന്നെ കണക്ട് യുവർ സ്കോളർഷിപ്പ് പദ്ധതി, ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മുൻ സർക്കാർ ഒക്ടോബർ 29-ാം തീയതി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധനസഹായ പദ്ധതികളിൽ രണ്ടെണ്ണമാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ളത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കാണ്. 18 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകരുണ്ട്. ഇതേ സാഹചര്യം തന്നെയാണ് കണക്ട് യുവർ സ്കോളർഷിപ്പ് പദ്ധതിക്കുള്ളത്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷ പെൻഡിംഗ് ആയിട്ടുള്ള 70,000-ഓളം ഗുണഭോക്താക്കൾ വേറെയുമുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷനിലും പുതുതായിട്ട് ലക്ഷക്കണക്കിന് അപേക്ഷകൾ വന്നിട്ടുണ്ട്. അവരുടെ അപേക്ഷകൾ അപ്രൂവൽ ആയിട്ടില്ല. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് ഉൾപ്പെടെ മുൻ സർക്കാർ ബഡ്ജറ്റിൽ 3700 കോടി രൂപയ്ക്ക് മുകളിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ ഈ ധനസഹായം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് പുതിയ സർക്കാരിന് സാധിച്ചിട്ടില്ല. പദ്ധതി അവസാനിപ്പിക്കുവാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ വരുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പോലും സ്ത്രീ സുരക്ഷാ പെൻഷനോ അതോടൊപ്പം തന്നെ കണക്ട് യുവർ സ്കോളർഷിപ്പിനെ പറ്റിയോ പരാമർശങ്ങളില്ല. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. കാരണം സംസ്ഥാന ബഡ്ജറ്റ് ഈ വെള്ളിയാഴ്ച നടക്കാനിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ഏതെങ്കിലും സൂചന ഈ ഒരു സ്കീമിനെ പറ്റി ഉണ്ടായില്ല എങ്കിൽ പദ്ധതി അവസാനിപ്പിക്കുകയാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആനുകൂല്യത്തിൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ അപേക്ഷ വച്ചിരുന്നു. അവർക്ക് 2 ഘട്ടം അല്ലെങ്കിൽ 2 ഗഡുക്കളാണ് വിതരണം ചെയ്തത്. പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഫെബ്രുവരി മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ധനസഹായം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് സഹായമാണ് കുടിശ്ശിക വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുടിശ്ശിക വന്നിട്ടുള്ള ധനസഹായ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിലേക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ സമീപിക്കുകയും ചെയ്തിരുന്നു. തൊഴിൽ വകുപ്പിൽ നിന്ന് കൃത്യമായിട്ട് കണക്ട് യുവർ സ്കോളർഷിപ്പിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഫയലുകളും കൃത്യമായിട്ട് ധനകാര്യ വകുപ്പിലേക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഫയലുകൾ സാങ്ഷൻ ചെയ്യുന്നതിന് പുതിയ സർക്കാർ തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് തന്നെ പദ്ധതി അവസാനിപ്പിക്കുകയാണോ എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നതിന് വേണ്ടി യോഗ്യത നേടിയ എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഈ പദ്ധതി ഇനി തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പുതിയ സർക്കാരാണ്. പുതിയ സർക്കാർ അത് ബദലായിട്ട് ചില പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി കന്യകൾക്ക് ആനുകൂല്യം 1000 രൂപ വീതം പ്രതിമാസം ലഭിക്കുന്ന സ്കീമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പദ്ധതികളായിരിക്കും ഒരുപക്ഷെ നടപ്പിലാക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.